എല്ലാവരും ഇപ്പോൾ ഈ സിലിക്കൺ കാർബൺ ബാറ്ററിനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടാവും. എന്നാൽ ചിലവർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, എന്താണ് ഈ ടെക്നോളജി, സിലിക്കൺ കാർബൺ ടെക്നോളജി എന്താണ്? എന്നാൽ നമ്മൾ ഈ വീഡിയോയിൽ സിലിക്കൺ കാർബൺ ടെക്നോളജിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ബേസിക്കലി ഈ ലിത്യം അയോൺ ബാറ്ററീസ് എന്ന് പറയുമ്പോൾ ഒരു പഴയ ടെക്നോളജിയാണ്. അതിൻ്റെ കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയ വെർഷനാണ് ഈ സിലിക്കൺ കാർബൺ ബാറ്ററീസ് എന്ന് പറയുന്നത്. ഒരു ബാറ്ററിയിൽ പറയുമ്പോൾ കാത്തോഡും ആനോഡും ഉണ്ടാവും. കാത്തോഡ് റേസിൽ സെയിം നമ്മുടെ ലിത്യം അയോൺസിൽ വരുന്ന പോലെ തന്നെ സെയിം ഗ്രാഫൈറ്റ് ആണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ആനോഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെ അവർ യൂസ് ചെയ്തിരിക്കുന്നത് സിലിക്കൺ കാർബൺ കോമ്പോസിറ്റ് ആണ്. അതാണ് ഇതിൽ കുറച്ചും കൂടി mAh കൂടുതൽ താങ്ങാനുള്ള, സ്റ്റോറേജ് കൂടുതൽ താങ്ങാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് കമ്പയർഡ് ടു ലിത്യം അയോൺ ബാറ്ററീസ്. ഇതുവരെ നമ്മൾ ഗ്രാഫൈറ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് പറയുന്നത് 372 mAh/g ആണ് ഇതുവരെ കിട്ടിയിരുന്നത്. പക്ഷേ നമ്മൾ സിലിക്കൺ കാർബൺ കോമ്പോസിറ്റ് യൂസ് ചെയ്തപ്പോൾ നമുക്കത് 472 mAh/g ആയിട്ട് കിട്ടി തുടങ്ങി. അതായത് സെയിം സൈസിൽ തന്നെ mAh കൂടുതൽ, 6000, 7000 അപ് ടു 10,000 mAh വരെ സെയിം ബാറ്ററി സൈസിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇപ്പോഴത്തെ പുതിയ ഇൻവെൻഷനിൽ പറയുന്നത്. ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം, അതായത് ലേറ്റസ്റ്റ് ഇപ്പോൾ ടെസ്റ്റിങ്ങിലൂടെ കാണുമ്പോൾ പറയാം, അതായത് ഫോൺ ചാർജ് ചെയ്യുമ്പോൾ ഓവർ ഹീറ്റും പിന്നെ സ്വെല്ലിങ് വരാൻ തുടങ്ങിയിരുന്നു. സ്വെല്ലിംഗ് എന്ന് പറയുമ്പോൾ ഫോണൊന്ന് ബാറ്ററിയുടെ ആ സൈഡൊന്ന് ബൾജായിട്ട് വരും. അതേപോലെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ, ചാർജറിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഫോണിൻ്റെ സൈസ്, അതായത് ബാറ്ററിയുടെ സൈസ് അതേപോലെ തിരിച്ച് നോർമൽ സ്റ്റേറ്റിലേക്ക് വരുന്നു. ഇത് ഇപ്പോൾ കുഴപ്പമില്ല, പക്ഷേ ഒരു ലോങ് റണ്ണിലേക്കൊക്കെ നോക്കുമ്പോൾ എന്തായാലും ഡെഫിനറ്റ്ലി ഒരു ബിഗ് ഡീലാണ്. അതായത് ഫോണിൻ്റെ mAh കപ്പാസിറ്റി കുറയാനും പിന്നെ ഫോണിൻ്റെ ചാർജിങ് ഇതിനൊക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണിത്. അതുകൊണ്ടാണ് ചിലവരിപ്പോൾ പറയുന്നത്, അതായത് സിലിക്കൺ കാർബൺ ടെക്നോളജി പുതിയ വന്ന ടെക്നോളജി ആയിട്ട് ഡീഗ്രേഡബിൾ ആവാൻ ചാൻസസ് കൂടുതലാണെന്ന്. ഓപ്പോ ഫൈൻഡ് എക്സ് പ്രോ, വിവോ X200 Pro, OnePlus 13, റിയൽമി GT7 Pro ഈ മൊബൈലിലാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു ടെക്നോളജി വന്നിരിക്കുന്നത്. പിന്നെ എല്ലാവർക്കും അറിയണ പോലെ കമ്പനീസ് ഇത് നല്ല പോർട്രേറ്റാണ് കാണിച്ചു ചെയ്തിരിക്കുന്നത്. അതായത് അഡ്വർടൈസ്മെൻറ്റ്സിലൊക്കെ സിലിക്കൺ കാർബൺ ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നതൊക്കെ. പക്ഷേ ആസ് എ കൺസ്യൂമർ നമ്മുടെ സൈഡ് നോക്കുമ്പോൾ ഇതിപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഇതിപ്പോൾ പുതിയത് ലേറ്റസ്റ്റ് വന്ന ടെക്നോളജിയാണ്. അപ്പോൾ കുറച്ച് കാലം കൂടി ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ യൂസർ എക്സ്പീരിയൻസ് എന്താ നമുക്ക് ആർക്കും അറിയില്ല. ഇതൊരു ലാബിലൊക്കെ യൂസ് ചെയ്തിട്ട് അവർ പറയും ഇത്ര mAh, ബാറ്ററി ലൈഫൊക്കെ പറഞ്ഞ പോലെ ഉണ്ടാവും. പക്ഷേ ലോങ് റണ്ണിലേക്ക് ഇത് എത്ര ഇതാണ് ഗുണകരമാണെന്ന് ഇപ്പോഴും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴും നിങ്ങൾ ഗോ ഫോർ ലിത്യം അയോൺ ബാറ്ററീസ് വിച്ച് ആർ മോർ, അതായത് നമുക്ക് യൂസ് ചെയ്യാനും അധികം അങ്ങനെ പ്രശ്നമില്ലാത്തൊരു സാധനമാണ്. അപ്പോൾ ഈ ഡെഫിനറ്റ്ലി സിലിക്കൺ കാർബൺ ടെക്നോളജി നല്ലൊരു ടെക്നോളജിയാണ്. പക്ഷേ നമുക്ക് വെയിറ്റ് ചെയ്യാം, 2-3 കൊല്ലത്തിൽ നമുക്ക് യൂസർ എക്സ്പീരിയൻസ് ഇറങ്ങിയിട്ട് നമുക്ക് എന്തായാലും വി ക്യാൻ ഗോ ഫോർ ഇറ്റ്. അപ്പോൾ ഈ സിലിക്കൺ കാർബൺ ബാറ്ററി യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതായത് നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ, നിങ്ങൾ എന്തായാലും ലിത്യം അയോൺ ബാറ്ററീസിൽ നിന്ന് വന്നവരാവുമല്ലോ. അപ്പോൾ ഈ രണ്ട് ബാറ്ററീസും കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഇതുവരെ വന്നതൊന്ന് കമൻറ്റ് ചെയ്യണേ.